പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കൽ ഒരിടത്ത് മാത്രം. കോടതി അനുമതിക്ക് പിന്നാലെ വെളി മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാർണിവൽ കമ്മിറ്റി തീരുമാനിച്ചു. 7.5 ഏക്കർ വിസ്തൃതിയുള്ള വെളി മൈതാനത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. അഗ്നിസുരക്ഷാ സേന, വൈദ്യസഹായം, പോലീസ് നിരീക്ഷണം ഉൾപ്പെടെ സജ്ജീകരിക്കും. സുരക്ഷയുടെ ഭാഗമായി 40-ലധികം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുന്നുണ്ട്. വിദേശികൾക്ക് പ്രത്യേകമായി പവലിയനും ഒരുക്കും. കൂടാതെ പോലീസും ക്രമീകരണങ്ങൾ വിലയിരുത്തും. 1,00,000 പേരിൽ ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ കഴിയുന്ന സ്ഥലമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ അകത്ത് അത്രയും പേരെ ഉൾക്കൊണ്ട്, വരുന്ന ആൾക്കാരെ ഉൾക്കൊണ്ട് വളരെ സമാധാനത്തോടെ നടത്താൻ കഴിയുന്നുള്ള കാര്യത്തിൻ്റെ അകത്ത്. അതിനിടെ പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കില്ലെന്ന് കാർണിവൽ കമ്മിറ്റി തീരുമാനിച്ചു. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികളും റാലിയും മറ്റൊരു ദിവസം നടത്തും. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് അന്തിമ തീരുമാനം. അപ്പോൾ അതിൻ്റെ ആ ഔട്ടർ വസ്ത്രങ്ങളൊക്കെ ഇടിച്ച് അവിടെ കത്തിക്കാൻ അതിൻ്റെ വൈക്കൊന്നും നമ്മൾ നടക്കില്ല. അതവിടെ പ്രതീകമായിട്ട് ആളുകൾക്ക് കാണാനും ഒരുപാട് കുട്ടികളൊക്കെ വന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യണം. അതിന് ചെയ്യും. അതിന് പോലീസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. 1,00,000-ലധികം പേരെ ഉൾക്കൊള്ളാവുന്ന ക്രമീകരണങ്ങളാണ് വെളി മൈതാനത്ത് ഒരുക്കിയിരിക്കുന്നത്. മീഡിയ 1 കൊച്ചി.